ഹായ് ഗൈസ്, എല്ലാവർക്കും മിസ്റ്റർ ലോക്കോ ഗെയിമിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണ് ലോങ് റേഞ്ചിലുള്ള ഒരു എനിമിക്ക് പ്രോപ്പറായിട്ട് ഹെഡ് ഷോട്ട് അടിക്കില്ലെന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് നമ്മളെ ചാനലിലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്കോപ്പിന്റെ സെൻസിറ്റിവിറ്റിയാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന സ്കോപ്പിന്റെ സെൻസിറ്റിവിറ്റി ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പ്രോപ്പറായിട്ട് ഹെഡ് ഷോട്ട് അടിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എപ്പോഴും നമ്മളെ ഗണ്ണിന്റെ അല്ലെങ്കിൽ ഗണ്ണിന് യൂസ് ചെയ്യുന്ന സ്കോപ്പിന്റെ സെൻസിറ്റിവിറ്റി എപ്പോഴും സെറ്റാക്കി ഇരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റ് എനിമിയിലെ ലൊക്കേഷൻ എവിടെയാണെന്ന് കറക്റ്റ് കണ്ടുപിടിക്കുക. ഇപ്പോൾ എനിമി നമ്മൾ ഇതിന്റെ ഈ ഒരു റൂമിൽ നിന്നാണ് ഫയർ ചെയ്യുന്നുണ്ടെങ്കിൽ കറക്റ്റ് ലൊക്കേഷൻ നമുക്ക് കണ്ടുപിടിക്കുക. ഈ എനിമി എന്തായാലും മൂവ് ചെയ്യുമ്പോൾ ഈ ഒരു പൊസിഷനിലായിരിക്കും എനിമിയുടെ ഹെഡ് ഉണ്ടാവില്ലേ. ഓക്കെ, അപ്പൊ ഈ ഒരു പൊസിഷനിൽ അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു പൊസിഷനിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത് കാണുന്നുണ്ടോ? വീടിന് അടിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഒരു ബട്ടൺ ഒരു ഫയർ കഴിഞ്ഞ് ഒന്ന് ജമ്പ് ചെയ്തിട്ട് തൊട്ടപ്പുറത്തെ ബട്ടണിലേക്കാണ് പോകുന്നത്. അത് പ്രോപ്പറായിട്ട് ഞാനിതാ ഇതിൽ അടിച്ച് കാണിച്ചതാ. ഇതുണ്ടോ? ഓക്കെ, ജമ്പ് ചെയ്യുന്നുണ്ടോ? ഈ ഒരു പൊസിഷനിൽ നിന്ന് മാത്രമേ എനിമി നമുക്ക് അടിക്കാൻ വേണ്ടി പറ്റുന്നുള്ളൂ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ലോങ്ങിലുള്ള എനിമിനെ ഫയർ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു ചെസ്റ്റ് ലെവലിൽ അടിക്കാം. അപ്പൊ കറക്റ്റ് ബുള്ളറ്റ് ഹെഡ് ഷോട്ട് കണക്ട് ആവും. ഓക്കെ, ചെസ്റ്റ് ലെവലിന് അടിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് ബുള്ളറ്റ് ഹെഡിലേക്ക് കണക്ട് ആവും. ഓക്കെ, സുഖമായിട്ട് നമുക്ക് ഡബിൾ ഹെഡ് ഷോട്ട് അടിക്കാം. ഓക്കെ, ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഇതുണ്ടോ, നിൽക്കുന്ന എനിമിയുടെ പൊസിഷനിൽ അതിന്റെ ചെസ്റ്റ് ലെവലിന് അടിച്ചു കഴിഞ്ഞാൽ അടുത്ത 2 ബുള്ളറ്റും കറക്റ്റ് ഹെഡിൽ കണക്ട് ആവും. ടോട്ടൽ 3 ബുള്ളറ്റ് അടിക്കുന്നത് ഫസ്റ്റ് ബുള്ളറ്റ് ഹെഡ് ചെസ്റ്റിലും തൊട്ടപ്പുറത്ത് 2 ബുള്ളറ്റ് ഹെഡിലാണ് കണക്ട് ആവുന്നത്. ഓക്കെ, അപ്പൊ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചോ. ഇതുണ്ടോ, കറക്റ്റ് ചെസ്റ്റിൽ അടിക്കുമ്പോൾ അടുത്ത 2 ബുള്ളറ്റ് ഹെഡിൽ കണക്ട് ആവും. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. എല്ലാവരും ഇത് 4x മാത്രമല്ല, മാക്സിമം എല്ലാ സ്കോപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത് പഠിക്കാം. ഓക്കെ, ഇപ്പൊ എല്ലാ ടൈമിലും നമുക്ക് 4x 3x കിട്ടിയെന്ന് വരില്ല. അത് 4x 3x റെഡ് ഡോട്ടിലും എല്ലാത്തിലും ഇട്ട് പഠിക്കാം. എന്നാൽ മാത്രമേ നമ്മളെ സ്കില്ല് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവും. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പുതിയൊരു കണ്ടന്റ് ആയിട്ട് വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.